അയാളൊരു കിങ് ആണ്, ബോക്സ് ഓഫീസ് കിങ്. സൗത്ത് ഇന്ത്യയിൽ അയാളോളം തിയേറ്റർ നിറക്കാൻ മറ്റൊരു നടനില്ല എന്ന് കണ്ണും പൂട്ടി പറയാം. അത് വെറുതെ ഒരു പറച്ചിലല്ല. എന്തിനെങ്കിൽ കേരളത്തിൽ പോലും ഫസ്റ്റ് ഡേ കളക്ഷനിൽ അയാൾ തീർത്ത റെക്കോർഡ് മറികടക്കാൻ ഇതുവരെ ആർക്കെങ്കിലും ആയിട്ടുണ്ടോ? ദളപതി വിജയ്. സിനിമയിൽ നിന്നുള്ള റിട്ടയർമെൻറ്റും രാഷ്ട്രീയ പ്രഖ്യാപനവും വളരെ പെട്ടെന്നായിരുന്നു. ആരാധകർ ഇപ്പോഴും അത് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. ഇല്ല, ബിഗ് സ്ക്രീനിൽ ആ മാജിക് വീണ്ടും കാണുമെന്ന് ഉറപ്പിച്ചു തന്നെയാണ് ദളപതി ആരാധകർ ഇരിക്കുന്നത് തന്നെ. അങ്ങനെ സംഭവിക്കാൻ സാധ്യതകൾ വളരെ കുറവാണെന്ന് ഉറപ്പാണെങ്കിൽ കൂടി. എന്നാൽ സന്തോഷിക്കാനുള്ള വക ഉണ്ട് എന്നാണ് ചില തമിഴ് മാധ്യമങ്ങൾ പറയുന്നത്. അതിന് കാരണമായി പറയുന്നത് പുതിയ ചിത്രമായ ഗോട്ടിൻ്റെ ഇതുവരെ ചിത്രീകരിച്ച ഭാഗം കാണാൻ വന്ന വിജയ് പറഞ്ഞ ചില കാര്യങ്ങൾ കൊണ്ടാണ്. ഗോട്ടിൻ്റെ ആദ്യ ഭാഗം കാണാൻ ദളപതി എത്തി. ചിത്രം കണ്ടു കഴിഞ്ഞ വിജയ് സംവിധായകൻ വെങ്കിട്ട് പ്രഭുവിനെ നോക്കി ഒന്ന് ചിരിച്ചു. ഞാൻ സിനിമ വിടാൻ തീരുമാനിച്ചത് അല്പം നേരത്തെ ആയിരുന്നു, നിങ്ങളോടൊപ്പം ഒരു സിനിമ കൂടി ചെയ്യാമായിരുന്നു എന്ന് വിജയ് പറഞ്ഞെന്നാണ് അണിയറ പ്രവർത്തകർ വെളിപ്പെടുത്തിയത്. അതായത് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചത് നേരത്തെ ആയിപ്പോയി എന്ന് വിജയ്ക്ക് തന്നെ തോന്നിയിട്ടുണ്ടെന്ന് ചുരുക്കം. അഭിനയം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിൽ മാറ്റം വന്നേക്കുമെന്നാണ് വിജയുടെ അടുത്ത വൃത്തങ്ങളിൽ ചിലർ പറയുന്നത്. വെങ്കിട്ട് പ്രഭു ചിത്രം ദി ഗോട്ട് 2024 സെപ്റ്റംബർ 5-നാണ് ലോകത്തെമ്പാടുമുള്ള തിയേറ്ററുകളിലെത്തുക. ഗോട്ടിനെക്കുറിച്ച് ഏറ്റവും പുതിയ കാര്യങ്ങൾ പറയാനുണ്ട്, അതിലേക്ക് വരാം. സിനിമ വിടുമെന്ന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വിജയ് സൈൻ ചെയ്ത ചിത്രം വലിമൈ സംവിധായകൻ എച്ച് വിനോദിൻ്റേതായിരുന്നു. ആ ചിത്രത്തോടെ സ്ക്രീനിൽ നിന്ന് മാറി നിൽക്കാനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. ആ തീരുമാനത്തിൽ മാറ്റം വരുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തിന് ശേഷം വിജയ് കൂടുതൽ സമയം നിലവിൽ മാറ്റിവെക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തന്നെയാണ്. പാർട്ടിക്ക് പ്രാദേശിക തലത്തിൽ കമ്മിറ്റികൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ മീറ്റിങ്ങുകൾ അല്ലാത്ത വലിയ സമ്മേളനമോ അതിലൂടെ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമോ ഒന്നും വിജയ് ഇതുവരെ നടത്തിയിട്ടില്ല. എന്നാൽ സെപ്റ്റംബർ 25-ന് ട്രിച്ചിയിൽ അങ്ങനെ ഒരു സമ്മേളനം നടത്താൻ തമിഴക വെട്രിക്കഴകം തീരുമാനിച്ചതായാണ് റിപ്പോർട്ട്. ഈ യോഗത്തിൽ പാർട്ടിയുടെ ചിഹ്നവും അജണ്ടയും ഔദ്യോഗികമായി വിജയ് തന്നെ പുറത്തുവിടുമെന്നാണ് വാർത്തകൾ വരുന്നത്. 2026 നടക്കാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും മത്സരിക്കുന്നുണ്ട്. വിജയുടെ സിനിമയിൽ നിന്നുള്ള പിന്മാറ്റം സൗത്ത് ഇന്ത്യൻ സിനിമാ വ്യവസായത്തിന് വലിയ ക്ഷീണം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം വിജയ് സിനിമകൾ വരുന്ന കോടികൾ ബോക്സ് ഓഫീസിനെ പോലും വിറപ്പിക്കുന്നതാണ്. 2023 മാത്രം വിജയുടെ 2 ചിത്രങ്ങളും ചേർന്ന് വാരിയത് 900 കോടിയാണ്. അദ്ദേഹത്തിൻ്റെ കരിയറിലെ 67 ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ നിന്ന് ആകെ വാരിയത് 4000 കോടിക്ക് മുകളിലാണെന്നാണ് ട്രേഡ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒന്ന് ഊഹിച്ചു നോക്കൂ, അയാൾ സിനിമയിൽ നിന്ന് പിൻവാങ്ങുന്നതോടെ തമിഴ് ഇൻഡസ്ട്രിക്ക് സംഭവിക്കാൻ പോകുന്നതിനെ പറ്റി. ഇനി ഗോട്ടിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ എന്താണെന്ന് പറയാം. ഒന്നാമത്തെ കാര്യം, തമിഴ്നാട് ഇതുവരെ കണ്ട ഏറ്റവും വലിയ റിലീസിനാണ് ചിത്രം ഒരുങ്ങുന്നത്. അതായത് തമിഴ്നാട്ടിലെ എല്ലാ തിയേറ്ററിലും ഗോട്ട് റിലീസ് ചെയ്യാൻ പദ്ധതിയിടുന്നതായാണ് റിപ്പോർട്ട്. അതായത് തമിഴ് സിനിമയെ സംബന്ധിച്ച് ഇതൊരു ചരിത്രമാകും. രണ്ടാമത്തെ കാര്യം, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിലായിരിക്കും ചിത്രം സെപ്റ്റംബർ 5-ന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എത്തുക. അതിൽ തന്നെ ഉത്തരേന്ത്യൻ തിയേറ്ററുകളിൽ 3 ഭാഷകളിലും ചിത്രം എത്തിക്കാനാണ് അണിയറ പ്രവർത്തകരുടെ നീക്കം. മൂന്നാമത്തെ കാര്യം, ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ വലിയ റിലീസിന് പദ്ധതിയിടുന്ന ചിത്രം ഏറ്റവും കൂടുതൽ സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്ന ഇന്ത്യൻ ചിത്രമായി മാറിയേക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത്. ഫസ്റ്റ് ഡേ കളക്ഷനിലും ഇത് പുതിയ ചരിത്രം തീർത്തേക്കാം. നാലാമത്തെ കാര്യം, ചിത്രത്തിനായി വിജയ് വാങ്ങിക്കുന്ന പ്രതിഫലം 200 കോടിക്ക് മുകളിലാണെന്നാണ് റിപ്പോർട്ട്. അതായത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഷാരൂഖ്, പ്രഭാസ് എന്നിവരെയൊക്കെ താരം പിന്നിലാക്കിയെന്നും റിപ്പോർട്ടുകളുണ്ട്. അഞ്ചാമത്തെ കാര്യം, അവഞ്ചേഴ്സ് എൻഡ് ഗെയിം, ഇൻഫിനിറ്റി വാർ, ക്യാപ്റ്റൻ മാർവൽ തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങൾക്ക് VFX ചെയ്ത ലോല VFX ആണ് ഗോട്ടിൻ്റെ VFX ചെയ്യുന്നത്. DA ചെയ്ത വിജയുടെ ഗെറ്റപ്പ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. ആറാമത്തെ കാര്യം, ചിത്രത്തിൻ്റെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്ത്യയിൽ ഇതുവരെ ആരംഭിച്ചിട്ടില്ലെങ്കിലും വിദേശ സ്ക്രീനുകളിലേത് തുടങ്ങിയിരുന്നു. UK-യിൽ ആദ്യ 24 മണിക്കൂർ കൊണ്ട് 3000 ടിക്കറ്റുകളാണ് വിറ്റുപോയത്. ചിത്രത്തിൻ്റെ റിലീസ് IMAX ഫോർമാറ്റിൽ ഉണ്ടാകുമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ 2-ന് ശേഷം ഈ ഫോർമാറ്റിൽ പുറത്തിറങ്ങുന്ന മറ്റൊരു തമിഴ് ചിത്രമാണ് ഗോട്ട്.